ഇടതുപക്ഷത്തിന്റെ സ്റ്റാർ ക്യാമ്പയിനറായി താരപ്രചാരകനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ മണ്ഡലത്തിലും എത്തുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ മണ്ഡല പര്യടനം പുനരാരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ തൃശൂരിൽ നിന്ന് തിയോഫിൻ അല്പസമയത്തിനകം ചേരും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലാണ് പങ്കെടുക്കുന്നത്. ഇരിങ്ങാലക്കുട, തൃശൂർ, ഗുരുവായൂർ നിയോജക മണ്ഡലങ്ങളിലെ യോഗങ്ങളിൽ ഇന്ന് മുഖ്യമന്ത്രി സംസാരിക്കും. തിയോഫിൻ ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് തിയോഫിൻ. ഗുഡ് മോർണിംഗ് കാവ്യ. ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ തൃശ്ശൂരിലുണ്ട്. തൃശ്ശൂരിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് അദ്ദേഹം പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്നത്. ഉച്ചയോടെ തൃശ്ശൂരിലെത്തുന്ന മുഖ്യമന്ത്രി ഒരു 3:30യോടുകൂടി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ യോഗത്തിലാണ് ആദ്യം പങ്കെടുക്കുക. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് യോഗം ഇരിങ്ങാലക്കുട മുനിസിപ്പൽ മൈതാനിയിലാണ് നടക്കുന്നത്. അതിനുശേഷം 5 മണിക്കുള്ള യോഗം തൃശൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. തൃശൂർ നിയോജക മണ്ഡലത്തിലെ യോഗം തേക്കിൻകാട് മൈതാനിയിൽ 5 മണിയോടുകൂടി നടക്കും. അതിനുശേഷം ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം അത് ചാവക്കാട് കൂട്ടുകൽ ചത്തുരത്തിലാണ് നടക്കുന്നത്. 6:30യോടുകൂടി ആ യോഗത്തിലും മുഖ്യമന്ത്രി സംസാരിക്കും. ഈ 3 യോഗങ്ങളിലും വലിയ ജനത്തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം തൃശ്ശൂരിനെ സംബന്ധിച്ച് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ കയ്പമംഗലം ഉൾപ്പെടുന്ന കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ എറിയാട് ചെയർമാൻ മൈതാനിയിൽ നടന്ന പ്രസംഗത്തിൽ തന്നെ വൻ ജനത്തിരക്കായിരുന്നു. അഭൂതപൂർവമായ ഒരു ജനപങ്കാളിത്തം ഈ ഓരോ പൊതുയോഗങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. വലിയ പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്ക് ഇത് നൽകുന്നതും. പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികൾ മാത്രമല്ല, ജനങ്ങൾ ഒന്നാകെ ഒഴുകിയെത്തുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് കേരളത്തെ കേന്ദ്രം BJP സർക്കാരും കേന്ദ്രവും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്ന പല രീതിയിൽ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിനെ അതിന്റെ വളർച്ച തടയാൻ ശ്രമിക്കുന്നു. ഇക്കാര്യങ്ങൾ വ്യക്തമായി മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട് ഓരോ യോഗത്തിലും. അതുകൊണ്ട് തന്നെ വ്യക്തമായി എന്താണ് നമ്മുടെ അവസ്ഥ എന്നത് തിരിച്ചറിയുന്നതിനും ഇതിനുള്ളൊരു പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയായാണ് ഇത്രയും വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുന്നത്. എന്തായാലും തൃശ്ശൂരിൽ 3 നടക്കുന്ന യോഗങ്ങളിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകും. അതോടൊപ്പം തന്നെ LDFന്റെ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കും. മന്ത്രിമാരുൾപ്പെടെ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 3:30 ആദ്യ യോഗം ഇരിങ്ങാലക്കുടയിൽ നടക്കുന്നത്. ശരി, തിയോഫിനാണ് തൃശൂരിൽ മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.